നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ തുടങ്ങിയ പരിശോധനകൾ 2 സ്ത്രീകളുടെ തിരോധാനത്തിലേക്ക് അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടതാണ്. എന്നാൽ അവിടെ ഒരു സ്ത്രീയുടെ തിരോധാനം കൂടി ആ കേസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നതാണ് ഇന്നത്തെ വാർത്ത. അത് ചേർത്തല വാരനാട് സ്വദേശി ആയ ഐഷ എന്ന സ്ത്രീയുടേതാണ്. ഈ ഐഷയെ 2012 കാണാതായതാണ്. അവരെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിട്ടില്ല. ആ തിരോധാന കേസും ഇതുമായി ബന്ധിപ്പിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ബ്രോക്കറായ സെബാസ്റ്റ്യനുമായി അവർ ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ജൈനമ്മ ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ ഈ 2 കേസിലും എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ ചില കാര്യങ്ങൾ ഐഷയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോഴാണ് ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തുന്നത്. മൂന്നാമതൊരു തിരോധാനം കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ആരാണ് ഈ ഐഷ എന്ന്. ചേർത്തല വാരനാട് സ്വദേശിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഐഷ. 2012 ഇവരെ കാണാതാകുന്നത്. 2012 മെയ് 13 വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല. അവരെക്കുറിച്ച് മക്കൾക്കോ ബന്ധുക്കൾക്കോ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ ആരാധനാലയങ്ങളിൽ പോകാറുണ്ടായിരുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും പോയതായിരിക്കും, തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കുടുംബം കഴിഞ്ഞു. പിന്നീട് 2012 മെയ് 21 അത്രയും ദിവസത്തിന് ശേഷമാണ് അവർ പരാതി നൽകുന്നത്. അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐഷയുടെ മക്കൾ ചേർത്തല പോലീസിനെ സമീപിക്കുകയായിരുന്നു. ചേർത്തല പോലീസ് അന്വേഷണം നടത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പക്ഷേ ഈ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇതാണ് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഐഷ തിരോധാനം ഇതുമായി എങ്ങനെ ബന്ധിക്കുന്നു എന്ന് നോക്കിയാൽ, ഐഷ ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു. അവർ വിരമിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ പൈസ അതുപയോഗിച്ച് കുറച്ച് വസ്തു വാങ്ങുന്നു. ആ വസ്തുവിൽ അവർ ഒരു അടിത്തറ കെട്ടുന്നു. ആ അടിത്തറയിൽ ഒരു ഷെഡ്, ആ വീടിന്റെ പണിയൊന്നും പൂർത്തിയായില്ല, ഒരു ഷെഡ് നിർമ്മിച്ച് അവിടെ ഒറ്റയ്ക്കായിരുന്നു ഐഷ താമസിച്ചിരുന്നത്. അവർ ഒരു ദിവസം പെട്ടെന്ന് കാണാതെയാവുകയാണ്. അപ്പോൾ അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വെളിവാകുന്നത് ഇവർ ഈ വസ്തുവിന് മുഴുവൻ പണവും നൽകിയിരുന്നില്ല. മകനാണ് പിന്നീട് ബാക്കി പണം നൽകി ആ വസ്തു പേരിൽ ചേർക്കുന്നതും പിന്നീട് അത് കൈമാറ്റം ചെയ്യുന്നതുമൊക്കെ മകനാണ്. അപ്പോൾ ഇവരുടെ ഈ വസ്തു ഇടപാടിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിൽ സെബാസ്റ്റ്യൻ എന്ന ഇപ്പോൾ പിടിക്കപ്പെട്ട വ്യക്തി ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെയാണ് ഈ ജയനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാനവുമായി ഈ കേസ് ഇപ്പോൾ ചർച്ചയാകുമ്പോൾ കൂട്ടിയിണക്കപ്പെടുന്നത്. കാരണം സെബാസ്റ്റ്യൻ അന്ന് ആ വസ്തു ഇടപാടിലെ ബ്രോക്കറായിരുന്നു എന്ന് വരുന്നു. അപ്പോൾ ഇയാൾ സമാനമായ രീതിയിൽ മറ്റ് 2 സ്ത്രീകൾ മരിച്ചതുപോലെ തന്നെയാണ് തങ്ങളുടെ അമ്മയെയും കാണാതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുമ്പോഴാണ് ഇപ്പോൾ ആ കേസിൽ കൂടി പുനരന്വേഷണം വരുന്നത്. ഐഷ വാങ്ങിയ പുരയിടത്തിന്റെ പണം മുഴുവൻ നൽകാതെ അവർ അവിടെ എങ്ങനെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി, എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ നിഴലിലാണ്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സെബാസ്റ്റ്യനുമായി ഇവർക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു, വസ്തു ഇടപാട് ഉണ്ടായിരുന്നു എന്നത് പ്രദേശവാസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതാണ് പോലീസിന് ഇതുവരെ ഈ കേസിനെ ബന്ധിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത്. അത് പ്രദേശവാസികൾ ഈ നിലയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥിരീകരണമാണ്. അതിൽ ഒരാൾ രൂപേഷ് നമ്മളോട് പ്രതികരിച്ചു. രൂപേഷിന്റെ പ്രതികരണം കേൾക്കാം. ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം അവിടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബന്ധുവിന്റെ കേസുമായി നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞായിട്ട് ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സുഭാഷിനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഈ ജൈനമ്മയുടെ കേസ്. ജൈനമ്മയുടെ ഡിസംബർ മുതലാണ്. DNA പരിശോധന നടത്തെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാൽ
DNA പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ വസ്തു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് രൂപേഷ് സ്ഥിരീകരിക്കുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അങ്ങനെ വസ്തു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ എന്നതിന്റെ ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ കേസിൽ ജൈനമ്മയുടെ ാണ് ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം, കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എന്നാണ് സംശയിക്കുന്നത്. അതിന്റെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരണമാകൂ. ഈ വീട്ടിൽ നിന്ന് രക്തക്കറ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറ്റകൃത്യത്തിന്റേതാണ് ഈ തെളിവുകൾ എന്ന് സംശയിക്കപ്പെടുന്നു. അത് സ്ഥിരീകരണം വരുന്നത് DNA പരിശോധനയിലൂടെയാണ്. ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ആയിഷയുടെ തിരോധാനവും ഒരുമിച്ച് അന്വേഷിക്കുകയാണ്. ഈ വീടും പരിസരവും ഒക്കെ ബിന്ദു പത്മനാഭന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ RDOയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം. അങ്ങനെ എത്ര സ്ത്രീകൾ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. കൂടുതൽ തിരോധാനങ്ങൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്.